ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ഷംസീർ കൂടിയുണ്ട്. ഷംസീർ, ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ, പ്രാദേശിക കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ അങ്ങേയറ്റത്തെ ഉറപ്പിലാണുള്ളത്. ഇനി പ്രഖ്യാപനം വന്നാൽ മതി എന്ന ഉറപ്പിൽ കാത്തിരിക്കുകയാണ്. രാവിലെ സംസാരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തും ഫുള്ളി കോൺഫിഡന്റ് ആയിരുന്നു. എന്താണ് ഇപ്പോഴത്തെ നില? എന്താണ് ആകെ ആശയക്കുഴപ്പം നിറഞ്ഞു അവിടെ നിലമ്പൂരിലെ വീട്ടിൽ? നിഷാദ, അനിശ്ചിതത്വത്തിന്റെ എല്ലാ അന്തരീക്ഷവും ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലും പ്രകടമാണ് എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ അനുയായികൾ, പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ ഈ വീട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ആരാണ് സ്ഥാനാർത്ഥി എന്ന ആ ഒരു സസ്പെൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി പ്രാദേശിക നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ വീട്ടിൽ എത്തിയിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിക്കുകയാണ് ഈ പ്രാദേശിക പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ. ഏതായാലും രാവിലെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ PV അൻവറിന്റെ പ്രതികരണത്തോടു കൂടിയാണ് ഈ രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ വീണ്ടും മാറി മറിയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്നും അത് ആര്യാടൻ ഷൗക്കത്തും ആ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ്. അതിന് പിന്നാലെയാണ് PV അൻവർ ആരെങ്കിലും ജയിപ്പിക്കാനല്ല, സ്ഥാനാർത്ഥിയാക്കാനല്ല താൻ രാജിവെച്ചത് എന്ന കാര്യം പറയുന്നു. ഒപ്പം തന്നെ പിണറായി വിജയന് മുന്നിൽ തോറ്റു നിൽക്കാനാവില്ല എന്നുള്ള കാര്യം കൂടി PV അൻവർ വ്യക്തമാക്കിയുണ്ട്. അതിന് പിന്നാലെയാണ് അനിശ്ചിതത്വം നീളുന്നത്. ഇപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്നതിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതേസമയം തന്നെ UDFിലെ സ്ഥാനാർത്ഥി ആരാകും എന്നത് കാത്തിരിക്കുക കൂടിയാണ്. ഇപ്പോൾ LDF എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അക്കാര്യം തന്നെയായിരുന്നു വ്യക്തമാക്കിയത്. ആരാണ് ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം LDF വ്യക്തമാക്കുമ്പോൾ അത് UDF ക്യാമ്പിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നത് ഉറ്റുനോക്കുകയാണ് LDF എന്നതും വ്യക്തമാണ്. ആ സമയത്താണ് ഒരു അനിശ്ചിതത്വം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് യോഗം കഴിഞ്ഞെങ്കിൽ കൂടി ഒരു വ്യക്തമായ വിവരം ആര്യാടൻ ഷൗക്കത്തിനും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സസ്പെൻസ് ഇപ്പോഴും നീളുകയാണ് നിഷാദ്. ശരി. ഇപ്പോഴും സസ്പെൻസ് നീളുകയാണ്. തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോഴും ഉള്ളത് എന്ന് നമുക്കറിയില്ല. തീരുമാനം എടുത്തോ, ഇനിയിപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് അവർ